ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായൊരു മുട്ടക്കറി തയ്യാറാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ 3-4 മിനിറ്റ് നല്ല പോലെ വഴറ്റി കൊടുക്കാം. സവാളയുടെ കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 വെള്ളുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് തക്കാളി വെന്ത് കിട്ടും. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് പോകുന്നതിനായി മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മുട്ട മാറ്റി വെക്കാം. 4-5 മുട്ട വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതേ പാനിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് തീ കുറച്ച് വെച്ച് 10 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അരച്ചു വെച്ച് പേസ്റ്റ് ചേർത്ത് 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ പാനിൽ നിന്നും വിട്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.